സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ ഈസ്റ്റ് ജെറുസലേമിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന 6 ഇസ്രായേലിയരെ പാലസ്തീൻ ഭീകരർ വധിച്ച കാര്യം ഇന്നത്തെ പ്രമുഖ വാർത്താമാധ്യമങ്ങളിലൊക്കെ വാർത്തയാണ്. ഇന്നലെ രാവിലെയാണ് സംഭവം ഉണ്ടായത്. രാവിലെ ആളുകൾ സാധാരണ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ബസ് കാത്തു നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഹെവിലി ആംഡായിട്ടുള്ള തികച്ചും ആയുധധാരികളായിട്ട് 2 ആളുകൾ വാഹനങ്ങളിലെത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. ഈ വെടിവയ്പിൽ 25, 28, 43, 57, 79 വയസ്സുള്ള 5 പുരുഷന്മാരും 30 വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത്. 8 പേർക്ക് മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2 ഭീകരരെയും അവിടെ ഉണ്ടായിരുന്ന സിവിലിയൻസ് തന്നെ വെടിവെച്ചു കൊന്നു. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിലെ സാധാരണ ആളുകൾ അവരെല്ലാവരും മിലിറ്ററി ട്രെയിനിങ് കിട്ടിയവരാണ്. ഇസ്രായേലിലെ മിലിറ്ററി ട്രെയിനിങ് ലഭിക്കാത്ത ഒരു പൗരൻ പോലുമില്ല. 18 വയസ്സ് താഴെയുള്ള പൗരന്മാർ മാത്രമാണ് മിലിറ്ററി ട്രെയിനിങ് ലഭിക്കാത്തത്. അതിനുശേഷം അതിന് മേലോട്ടുള്ള എല്ലാവരും മിലിറ്ററി ട്രെയിനിങ് ലഭിച്ചവരാണ്. അവർക്ക് ആവശ്യമെങ്കിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തോക്കുകൾ അവരുടെ കൈവശം കൊണ്ടുനടക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഒക്ടോബർ 7, 2023 ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം പൊതുവെ സിവിലിയന്മാര് നല്ലൊരു ശതമാനം ആളുകളും പുറത്തു പോകുമ്പോൾ മെഷീൻ ഗൺസും കയ്യിലേന്തിയാണ് പോവാറ്. അപ്പൊ അങ്ങനെ ആളുകളുടെ കയ്യിൽ തോക്കുണ്ടായതുകൊണ്ട് നിരവധി സിവിലിയന്മാര് ഇവരെ എതിർക്കാൻ വേണ്ടി എത്തുകയും 2 പേരെയും ആ സ്പോട്ടിൽ വധിക്കുകയും ചെയ്തു. വധിച്ച ശേഷം അവരുടെ ദേഹപരിശോധന പട്ടാളക്കാരെത്തി നടത്തിയപ്പോൾ അവരുടെ കയ്യിൽ ധാരാളം ആയുധങ്ങൾ, ബോംബുകളടക്കമുള്ള ധാരാളം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. വലിയ ഒരു കൊലപാതകം പ്ലാൻ ചെയ്താണ് ഈ 2 പേരിവിടെ പ്രവേശിച്ചുള്ളത്. അവിടെ കൃത്യമായ ഐഡന്റിറ്റി ലഭിച്ചിട്ടില്ലെങ്കിലും അവര് വെസ്റ്റ് ബാങ്കിലെ റാമല്ല എന്ന് പറയുന്ന സിറ്റി ഉണ്ട്. അത് ജെറുസലേമിൽ നിന്ന് വളരെ അടുത്താണ്. റാമല്ല സിറ്റിയുടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഈ വന്ന 2 യുവാക്കളും എന്നാണ് IDFന്റെ ആദ്യത്തെ ധാരണയനുസരിച്ചുള്ളത്. ആളുകളെ സ്പോട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അവര് വെസ്റ്റ് ബാങ്കിലേക്ക് കാര്യമായ സെർച്ച് ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് മുഴുവൻ സാധാരണ ഇസ്രായേൽ ഡിഫ്യൂസ് ചെയ്യുകയാണ് പതിവ്. ഒരു കൊല്ലത്തിൽ ഏകദേശം 1000-ഓളം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. 1000-ഓളം ആക്രമണ ശ്രമങ്ങൾ. കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ. ആ കൊച്ചു രാജ്യത്ത് ഇത്തരത്തിലുള്ള 1000-ഓളം ടെററിസ്റ്റ് അറ്റാക്ക് ശ്രമങ്ങൾ ഓരോ വർഷവും സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒക്ടോബർ ഹമാസിന്റെ അറ്റാക്ക് നടന്നതിന് ശേഷം ഇത് മുഴുവൻ ഡിഫ്യൂസ് ചെയ്ത് കളയുകയാണ് പതിവ്. 2023 നവംബറിൽ ഒരു ബസ്സിനകത്ത് 3 പാസഞ്ചേഴ്സിനെ 4 ഭീകരർ ചേർന്ന് വെടിവെച്ച് കൊന്നതിന് ശേഷം ഇതുപോലത്തെ ഒരു സംഭവം ഇസ്രായേലിൽ ആദ്യമാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാജ്യത്തിനത് വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സ്ഥലം വിസിറ്റ് ചെയ്യുകയും നിശ്ചയമായും ഇതിനുള്ളതൊക്കെ പകരവും പരിചയം ചേർത്ത് നൽകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇൻ ഇഫക്റ്റില് സംഭവിക്കുന്നത് ഇത് ഇസ്രായേൽക്കാർക്ക് ഹമാസിനെ ആക്രമിക്കാനുള്ള ഊർജം കൂടുതൽ നൽകുകയാണ്. കാരണം ഈ ഒരു സംഭവത്തെ പ്രൈസ് ചെയ്തത്, പുകഴ്ത്തിയത് ഹമാസ് മാത്രമാണ്. ഹമാസ് ഉടനെ തന്നെ ഇത് പാലസ്തീനിയൻ റെസിസ്റ്റൻസിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഈ പോരാളികളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കി. നേരെ മറിച്ച് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പാലസ്തീൻ ലിബറേഷൻ അസോസിയേഷൻ PLA ഇതിനെ ഡിനൗൺസ് ചെയ്യുകയും ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലെന്നും പാലസ്തീൻ ലിബറേഷൻ അസോസിയേഷൻ PLAക്ക് ഇതുമായി യാതൊരു പങ്കുമില്ലെന്നും അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ആളുകളാണ് അവിടെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഏത് തരത്തിലുള്ള റെയ്ഡുകളിലൂടെയും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പിടിക്കാനുള്ള സർവ്വസഹായവും ഇസ്രായേലിന് അവർ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ആക്രമണത്തെ ഡിനൗൺസ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഉള്ള ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ വളരെ സ്ട്രോങ് വേർഡ്സ് ഉപയോഗിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ ആക്രമണത്തെ അദ്ദേഹം ഡിനൗൺസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള എല്ലാ ടെററിസ്റ്റ് ആക്രമണങ്ങളും ഒരുപോലെ ചെറുക്കപ്പെടേണ്ടതാണെന്നും ജെറുസലേമിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ ആക്രമിച്ച അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയുടെ നിലപാട് അവിടെ വളരെ വ്യക്തമാണ്. ഇനി ഈ അറ്റാക്കിന്റെ ഇഫക്റ്റ് എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അറ്റാക്ക് കൊണ്ടുള്ള ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കണം എന്ന് ഇസ്രായേൽ തീരുമാനിക്കും. മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ സിമ്പതി ഇസ്രായേലിലേക്ക് വരും. കാരണം ഇസ്രായേൽ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന പാലസ്തീനികൾ തങ്ങളുടെ രാജ്യത്തിന്റെ അടുത്ത് വസിക്കുന്നിടത്തോളം കാലം തങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനാവില്ല എന്നുള്ളതാണ് അവരുടെ വാദം. ആ വാദത്തെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
അവിടെ പാലസ്തീനികൾക്കായി ഇയർമാർക്ക് ചെയ്തു കൊടുത്ത വെസ്റ്റ് ബാങ്കിലെ ഏരിയാസ് ഉണ്ട്. ആ വെസ്റ്റ് ബാങ്കിലെ ഏരിയാസിൽ ജീവിക്കുന്ന പാലസ്തീനികളാണ് ഈ പറഞ്ഞ 1000-ഓളം ടെററിസ്റ്റ് അറ്റാക്കുകൾ ഓരോ വർഷവും ഇവരുടെ മണ്ണിൽ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ആളുകൾ കൊല്ലപ്പെടാത്ത ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഒരിക്കലും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല. അപ്പൊ ഈ ഒരു സംഗതി ആരെയും വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം BBC ഒക്കെ എപ്പോഴും ഇസ്രായേലിനെതിരായിട്ട് എഴുതുന്ന പത്രമാണ്. ഇതിൽ ഏറ്റവും ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇതിനെ സംബന്ധിച്ച് നൽകിയിട്ടുള്ളത് BBC ആണ്. അപ്പൊ അതിനകത്തൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിന്റെ താല്പര്യം, അഭിപ്രായം ഹമാസിനും പാലസ്തീൻ ഭീകരർക്കും എതിരായി തിരിയുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ പറയുന്ന ഇപ്പോൾ ഹമാസിനെതിരെ നടക്കുന്ന ഈ യുദ്ധത്തിന് നിശ്ചയമായും ഇത് ഊർജം പകരും, അതിനത് ഫ്യൂൽ ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ഇസ്രായേൽ കൂടുതൽ ശക്തമായി ഈ ഏരിയകൾ ആക്രമിച്ച് കീഴടക്കും. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ ന്യൂസിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ നമ്മൾ പറയുകയുണ്ടായി, ഏകദേശം 30% ഗാസ സിറ്റി ഇപ്പോൾ IDF കയ്യിലായി കഴിഞ്ഞു. അപ്പൊ ഇവര് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഏകദേശം 3 മാസത്തോളം, അല്ലെങ്കിൽ 3 മുതൽ 6 വരെ മാസം, നിയർലി 6 months, ഏറ്റവും ചുരുങ്ങിയ 4 മാസം എടുക്കാതെ ഗാസ സിറ്റി കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്നൊരു പിക്ചറാണ് IDF ഇസ്രായേൽ മിനിസ്ട്രിക്ക് നൽകിയത് എന്ന നിലയിലാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇതൊന്നും ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വാർത്തയല്ല, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുന്ന വാർത്തയല്ല. ഇത് മന്ത്രിസഭയിലെ അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ നിലയ്ക്ക് ലീക്ക് ചെയ്ത് വരുന്ന വാർത്തകളാണ്. അപ്പൊ ലീക്ക് ചെയ്തെന്ന വാർത്ത എന്ന് പറയുന്നത് 4 മുതൽ 6 മാസം വരെ സമയം ഇല്ലാതെ ഈ സംഗതി തീർക്കാൻ കഴിയുകയില്ല, ഗാസ സിറ്റി കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്ന് IDF പറഞ്ഞു എന്നാണ് ചോർന്നു വന്ന വാർത്തകൾ. അത് 3 മാസത്തിനുള്ളിൽ തീർത്തിരിക്കണം എന്ന് നെതന്യാഹു അന്ത്യശാസനം കൊടുത്തിരുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ഈ ഒരു പേസിൽ ഇത് പോകുവാണെങ്കിൽ ഇതിന് 3 മാസം 6 മാസം ഒന്നും വേണ്ട, ഒരു 1-2 മാസം കൊണ്ട് ഈ പരിപാടി തീരും. കാരണം അത്രയും വേഗമാണ് ഇത് കയറുന്നത്. അപ്പം ആ വന്ന വാർത്തകളൊക്കെ ഫേക്ക് ന്യൂസുകളാണ്. അത് മനഃപൂർവ്വം ലീക്ക് ചെയ്ത് വിടുന്ന ഫേക്ക് ന്യൂസുകളാണ്. ഹമാസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മിലിറ്ററി ഓപ്പറേഷന്റെ പേസ്, വേഗത ഹമാസിന് പിടികിട്ടാതിരിക്കാൻ വേണ്ടി ഇത് ലീക്ക് ചെയ്ത് വരുന്ന വാർത്തകളാണ്. അപ്പൊ അന്ന് വന്ന വാർത്ത മിലിറ്ററി 2 വർഷത്തോളമായിട്ട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ് മിലിറ്ററിയെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആണ്. മാത്രമല്ല മിലിറ്ററിയിൽ ഭൂരിഭാഗം ഉള്ളത് ചെറുപ്പക്കാരും കോൺസ്ക്രിപ്റ്റ്സ് ആയിട്ടുള്ള ആളുകളും, കോൺസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നിർബന്ധിത സൈനിക സേവനത്തിലുള്ള ആളുകളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ മറ്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പട്ടാളക്കാർ ഉപയോഗിക്കുന്നത് പോലെ ഈ മൈൻ ചെയ്യപ്പെട്ടുള്ള ഏരിയയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. ഇന്നലെയാണെങ്കിലും 4 ഇസ്രായേൽ പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പട്ടാള ബാരക്കിന് നേരെ IDF നടത്തിയ സൂയിസൈഡൽ അറ്റാക്കിലാണ് ഇന്ന് 4 IDF ഭടന്മാരെല്ലാം 20-22 വയസ്സുള്ള ആളുകളാണ് 4 പേര് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ മരണസംഖ്യ വർദ്ധിക്കും എന്നതിനാൽ വളരെ സ്ലോ ആയിട്ട് മാത്രമേ പ്രോഗ്രസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വാർത്ത. 6 മാസം എടുക്കും. അപ്പം ഹമാസിനെ സംബന്ധിച്ച് പതുക്കെ മതി എന്നൊരു ധാരണ വരത്തക്ക രീതിയിൽ ഈ ന്യൂസുകൾ ചോർത്തി കൊടുത്ത് ഹമാസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാവാനാണ് സാധ്യത. ഇപ്പൊ ഇവർ ഈ നെഗോസിയേഷൻ ഇപ്പം US ഇടപെട്ട് നെഗോസിയേഷൻ വരുന്നു. ഖത്തർ US പ്രപ്പോസലുകൾ സ്വീകരിക്കാനായി ഹമാസിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, US എന്താണോ പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായും അത് ഇസ്രായേൽ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കാനാണ് സാധ്യത. മുഴുവൻ ബന്ദികളെയും ഒറ്റയടിക്ക് കൈമാറുക, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ള ഈ പ്രപ്പോസൽ ആയിരിക്കണം ഉണ്ടാവുക. അപ്പൊ ഇത് ഹമാസ് ഇതിനെ കുറിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗാസ സിറ്റി അവർ കീഴ്പ്പെടുത്തിയിരിക്കും. ഗാസ സിറ്റിയും കൂടെ കീഴ്പ്പെടുത്തിയാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ വെസ്റ്റ് ബാങ്കിലുള്ള സംവിധാനം അവിടെ വരും. ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ ഉള്ളതുപോലെ ഒരു ചെറിയ ഏരിയയിലായിട്ട് പാലസ്തീനുകൾ മുഴുവൻ താമസിക്കേണ്ടി വരും. ബാക്കിയുള്ള ഏരിയ മുഴുവൻ അത് ഇസ്രായേൽക്കാരെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർ ഇസ്രായേലിന്റെ ഭാഗമാക്കും. കൂടാതെ ഈ പാലസ്തീനികളുടെ ജീവിതം അവിടെ ദുസ്സഹമാക്കുകയും അങ്ങനെ പതുക്കെ പാലസ്തീനികൾക്ക് ആ പ്രദേശം വിട്ടു പോവേണ്ടി വരികയും ചെയ്യും. അപ്പം അവർക്കുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ സൗത്ത് സുഡാനിലൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത്തരം ഏരിയകളിലേക്ക് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരാക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ അവിടെ വന്ന് താമസിക്കുന്ന ഇസ്രായേൽക്കാർ ഇവരുടെ മേലെ സൃഷ്ടിക്കുവാനും അങ്ങനെ ഒരുപക്ഷെ 10 വർഷം അല്ലെ 15 വർഷം 20 വർഷം കൊണ്ട് ഈ അറബ്സ് അല്ലെങ്കിൽ പാലസ്തീനിയൻസ് ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേലിന്റെ ഭൂപ്രദേശത്തുള്ളത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഈ ഈസ്റ്റ് ജെറുസലേമിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആക്രമണങ്ങളൊക്കെ പലപ്പോഴും നടക്കുന്ന ഈസ്റ്റ് ജെറുസലേമിലാണ്. ഈ ആക്രമണം ഈസ്റ്റ് ജെറുസലേമിലാണ് ഈ അലാസ്ക എന്ന് പറയുന്ന മുസ്ലിം ദേവാലയമുള്ളത്. അത് നമുക്കറിയാവുന്നതുപോലെ യഹൂദന്മാരുടെ ലോകത്തിലെ ഒരേ ഒരു ദേവാലയത്തിന്റെ മേലെ കൊണ്ട് പണിത് വെച്ചിരിക്കുന്ന ദേവാലയമാണ്.
മുഹമ്മദ് നബി ഒരു കാലത്തും ജെറുസലേം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് മുസ്ലിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം എവിടെ മരിച്ചു എന്നും അദ്ദേഹത്തെ എവിടെ അടക്കം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ ഹദീസുകളിൽ, ഇസ്ലാമിക ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന കാര്യമാണ്. അപ്പം ജെറുസലേമുമായി യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു ദേവാലയം പണിത് വെക്കുകയും അത് കൃത്യമായി യഹൂദരുടെ ദേവാലയത്തിന് മുതുകത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്തുകൊണ്ട് എക്കാലത്തേക്കുള്ളൊരു ടെൻഷൻ ക്രിസ്തുവിന് ശേഷം ക്രിസ്തു വർഷത്തില് 7-ാം നൂറ്റാണ്ടിൽ ചെയ്തു വെച്ചൊരു സംഗതിയാണ്. വാസ്തവത്തിൽ ഈ ജെറുസലേം എന്ന് പറയുന്ന പട്ടണം ക്രിസ്തുവിന് മുൻപ് 13-ാം നൂറ്റാണ്ടില് ജബൂസിയരുടെ കയ്യിൽ നിന്ന് ദാവീദ് വില കൊടുത്ത് വാങ്ങിയ പട്ടണമാണ്, വിലയ്ക്ക് വാങ്ങിയ പട്ടണം യഹൂദരുടെ മാത്രം സ്വന്തമായ പട്ടണമാണ്. ഇത് പിന്നീട് 1948 അറബികൾക്കും ഇസ്രായേൽക്കാർക്കുമായി യഹൂദർക്കുമായി ഭൂമി വീതം വെക്കുന്ന സമയത്ത് ഈ ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം അതിനെ ഫ്രീ ആക്കി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെതാക്കി വെച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. കാരണം അത് ക്രിസ്ത്യാനികൾക്കും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, യഹൂദർക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണ്, മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണ്. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ക്രിസ്ത്യാനികൾക്കാണ്. കാരണം യേശുവുമായി ബന്ധപ്പെട്ടാണ് ജെറുസലേമിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന സ്ഥലം അങ്ങനെ ആർക്കുമില്ലാത്ത രീതിയിൽ വെച്ചതാണെങ്കിലും 1948 നടന്ന ആദ്യത്തെ യുദ്ധത്തിൽ അതിന്റെ പകുതി ഭാഗം, അതായത് അതിന്റെ വെസ്റ്റേൺ സൈഡ് ഈ ഇസ്രായേൽക്കാരെ അല്ലെങ്കിൽ യഹൂദരെ പിടിച്ചെടുത്തു. അങ്ങനെ ഇസ്രായേൽക്കാരുടെ കൈവശമായി. അതിന്റെ ഈസ്റ്റേൺ സൈഡ് അന്ന് വെസ്റ്റ് ബാങ്കും ഈ ഈസ്റ്റ് ജെറുസലേമും ഒന്നിച്ച് ജോർദാൻ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. 67 യുദ്ധത്തില് ഇസ്രായേല് ഈ ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ഈ വെസ്റ്റ് ബാങ്ക് പാലസ്തീനർക്ക് താമസിക്കാനായി അവസരം കൊടുക്കുകയും ഈസ്റ്റ് ജെറുസലേം ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഔദ്യോഗികമായിട്ട് അത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല, ജെറുസലേം എന്ന് പറയുന്ന പട്ടണം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ജെറുസലേം ഒന്നിച്ചു ചേരുന്ന ഈ വെസ്റ്റ് ജെറുസലേമിന് ഈസ്റ്റ് ജെറുസലേമിന് ഓൾഡ് ജെറുസലേം എന്നും ഒരു പേരുണ്ട്. പ്രധാനപ്പെട്ട മതപരമായ ഏറ്റവും പ്രാധാന്യമേറുന്ന കാര്യങ്ങൾ മുഴുവൻ അത് ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ കാര്യങ്ങളുള്ളത് മുഴുവൻ ഈസ്റ്റ് ജെറുസലേമിലാണ്, ഓൾഡ് സിറ്റിയിലാണ്. അപ്പൊ ഈ ഓൾഡ് സിറ്റിയും വെസ്റ്റേൺ പാർട്ട് ഓഫ് ജെറുസലേമും ചേർത്ത് ഇസ്രായേൽ തലസ്ഥാനമാക്കുകയും ചെയ്തു. അപ്പം വാസ്തവത്തിൽ ജെറുസലേം എന്ന് പറയുന്നത് ഇസ്രായേൽ തലസ്ഥാനമാണ്. ഈ തലസ്ഥാനത്താണ് ഇന്നലെ കയറി ഈ ഭീകരപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ പ്രദേശത്ത് ഈ ഒരു മുസ്ലിം മോസ്ക് നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ നിരന്തരമായ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുവാൻ ടെററിസ്റ്റുകൾ എപ്പോഴും ശ്രമം നടത്താറുണ്ട്. അപ്പം അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്നലെ നടന്ന ഈ അറ്റാക്ക് എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ഏറ്റവും രസകരമായ വാർത്ത ഇന്നലെ ഇസ്രായേൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ബസാലേൽ സ്മോട്രിച്ച് എന്നാണ് അവരുടെ ഇസ്രായേലിന്റെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ താരിഫിനെ കുറിച്ച് അമേരിക്കയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇസ്രായേലിന് അമേരിക്കയുമായുള്ള പ്രത്യേകമായിട്ടുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ട്രംപിന്റെ ഈ പ്രാന്തൻ താരിഫ്, ആ താരിഫിനെതിരെ ഇന്ന് ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്ന ഇസ്രായേലാണ്. അപ്പൊ അവരാണ് ഇന്ത്യക്ക് വേണ്ടി അവിടെ ഡിപ്ലോമാറ്റിക് വർക്ക് നടത്തി ഈ താരിഫ് ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് ട്രംപ് 2nd, 3rd, 4th ഫേസ് ഓഫ് താരിഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇന്നലെ ബസാലേൽ സ്മോട്രിച്ച് പറഞ്ഞത് ഇന്ത്യയും ഇസ്രായേലും ചേർന്നുള്ള അമേരിക്കയോടുള്ള താരിഫ് ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് നല്ല പുരോഗതിയുണ്ട് എന്നാണ് അത് പറഞ്ഞത്. ആ കൂട്ടത്തിൽ വേണം നരേന്ദ്രമോദി ഈ ആക്രമണത്തെ അപലപിച്ചത് കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ. കൂടാതെ ഇസ്രായേൽ ഇന്നലെ സെൻട്രൽ സിറിയയിൽ 2 സ്ഥലങ്ങളിൽ വ്യോമ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ഹോം സിറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു സിറ്റിയുണ്ട്. കൂടാതെ കോസ്റ്റൽ സിറ്റി ലതാക്കിയ ഇസ്രായേൽ സ്ഥിരമായിട്ട് ആക്രമിക്കുന്ന സ്ഥലമാണ്. അത് കോസ്റ്റൽ സിറ്റിയാണ്. അത് സിറിയയുടെ കോസ്റ്റാണ്. സിറിയയ്ക്ക് ഒരു കോസ്റ്റേ ഉള്ളൂ. അത് കോസ്റ്റൽ സിറ്റി ലതാക്കിയാണ്. ആ ലതാക്കിയയിലാണ് പ്രധാനമായും ഒരു വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള ഒരു പട്ടാള കേന്ദ്രമാണ് ആക്രമിച്ചിട്ടുള്ളത്. ഹോംസ് എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട്. ആ സിറ്റിയിലും പട്ടാള കേന്ദ്രമാണ് ആക്രമിച്ചിട്ടുള്ളത്. സിറിയൻ പട്ടാളത്തെയാണ് ആക്രമിച്ചിട്ടുള്ളത് എന്ന് ഓർക്കണം, ഹിസ്ബുള്ളയല്ല. ഇതിന്റെ അർത്ഥം ഈ സിറിയയിലുള്ള മുൻ അൽ-ഖ്വയ്ദ ചരിത്രമുള്ള പാരമ്പര്യമുള്ള സിറിയൻ നേതാക്കളെ വിശ്വസിക്കുവാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ആ ഒരു പ്രത്യേകത നോക്കണം. അവര് ഒരു തരത്തിലുള്ള കോംപ്രമൈസുകൾക്കും തയ്യാറല്ല. അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അവർക്കെതിരായിട്ട് എന്തെങ്കിലും വളരുന്നുണ്ട് എന്ന് അവർക്ക് സംശയം തോന്നിയാൽ ആ നിമിഷം അവരത് നുള്ളിക്കളയും. അത് സിറിയയിലാണെങ്കിലും ശരി, ലെബനോണിലാണെങ്കിലും ശരി, ഇനി ഈ പറയുന്ന പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും ശരി, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവരുടെ ശ്രദ്ധ അവിടെയുണ്ട്. അപ്പൊ അവർക്കെതിരെ ഒരു സംഗതി മുളച്ചു വന്നതിന് മറ്റ് ലോകരാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയും? ഇത് UN റെസൊല്യൂഷൻസിന് അഗനസ്റ്റ് ആണോ? ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്
എഗനസ്റ്റ് ആണോ ഒന്നും ചിന്തിക്കുന്ന വിഷയമൊന്നുമില്ല. തങ്ങൾക്കെതിരാണോ അത് തട്ടിയിരിക്കും. അപ്പൊ അവർ ഇന്നലെ സിറിയയിൽ കടന്ന് ചെയ്ത പണി അതാണ്. സിറിയ പരമാധികാര രാജ്യം എന്നൊക്കെ നമുക്കറിയാം. ആ രാജ്യത്തിന് ഉള്ളിൽ കടന്ന് 2 സിറിയൻ പട്ടാളത്തിന്റെ മിലിറ്ററി ബേസുകളെയാണ് അവർ തകർത്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് സിറിയ എന്ന് പറയുന്നത് ഭീകര രാഷ്ട്രമാണ്. അപ്പൊ അവർക്കൊരു മിലിറ്ററി പവർ വേണ്ട എന്നുള്ളതാണ് ഇസ്രായേലിന്റെ തീരുമാനം. അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഹമാസിനെതിരെയുള്ള ആക്രമണം വളരെ ശക്തിയായി തുടർന്നുകൊണ്ടിരിക്കുന്നു.